NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ബഹളം. തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. PC ചാക്കോയെ വീണ്ടും അധ്യക്ഷനാക്കണമെന്നും ആവശ്യമുയർന്നു. PC ചാക്കോ ഉച്ചയ്ക്ക് ശേഷമുള്ള യോഗത്തിൽ പങ്കെടുത്തില്ല. അതെ, അധ്യക്ഷനെയൊന്നും ആർക്കും മാറ്റാനൊക്കത്തില്ല. അതൊക്കെ വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ളവർ കാണും, അല്ലാത്തവർ കാണും. അതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം പലർക്കും ഇഷ്ടമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിലപ്പോകത്തില്ലല്ലോ. കാരണം എന്നെ അപ്പോയിന്റ് ചെയ്ത് ദേശീയ പ്രസിഡന്റാണ്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ലിഡിയ, NCP നേതൃയോഗത്തിലാണ് തർക്കമുണ്ടായത്. എന്താണ് തർക്കത്തിന് കാരണമായത്? ഇത് രാവിലെ മുതൽ തുടങ്ങിയതാണ് NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം. അതിൽ വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് സീറ്റ് നിർണയം അടക്കം കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളുണ്ടായി. മാത്രമല്ല, അതിൽ ഉച്ചയ്ക്ക് ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ഈ തോമസ് കെ തോമസിനെ മാറ്റണം എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. ഒരു വിഭാഗം തോമസ് കെ തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. അതായത് തോമസ് കെ തോമസ് നിലവിൽ, അതായത് ഒരു 8 മാസത്തിന് ശേഷം പ്രസിഡന്റ് ആയ ശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. മറ്റ് കാര്യങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ആക്റ്റീവായി ഇടപെട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് തോമസ് കെ തോമസിനെ മാറ്റണമെന്ന് ഉന്നയിക്കുന്ന വിഭാഗം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, PC ചാക്കോയെ വീണ്ടും പ്രസിഡന്റ് ആക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഒരു വിഭാഗം ഉന്നയിക്കുന്നു. പക്ഷെ അതിനെതിരെ തോമസ് കെ തോമസിന്റെ വിഭാഗം കൂടി അതിനെതിരെ രംഗത്ത് വന്നതോടെയാണ് അത് കയ്യാങ്കളിയിലേക്കും ഒപ്പം വാക്കേറ്റത്തിലേക്കുമൊക്കെ പോയത്. അതിനുശേഷം നടന്ന മാധ്യമങ്ങളോട് തോമസ് കെ തോമസ് സംസാരിച്ചപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് പ്രതികരിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം തോമസ് കെ തോമസിനെതിരെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അല്ല, ഇതിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയോ ചെയ്തു ഇന്നത്തെ യോഗത്തിൽ? നിലവിൽ 2 സീറ്റുകളിലേക്ക്, നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളിലേക്ക് AK ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിക്കും എന്നുള്ളതാണ്. അതായത് ഒന്ന് കുട്ടനാട് സീറ്റാണ്. കുട്ടനാട് സീറ്റിൽ തോമസ് കെ തോമസും ഒപ്പം എലത്തൂർ സീറ്റിൽ AK ശശീന്ദ്രനും തന്നെ മത്സരിക്കും എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 3ാമത്തെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, മറ്റ് സീറ്റുകളിലേക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കൂടിയെത്തിയിട്ടില്ല. നിലവിൽ കൂടുതൽ സീറ്റ് ചോദിക്കേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് NCP ഉള്ളത്. കാര്യം അത് പ്രായോഗികമല്ല. നിലവിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ സാധ്യതയില്ല. ഈ 3 സീറ്റുകളാണ് ഉണ്ടാവുക. അതിൽ 3ാമത്തെ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ലിഡിയ, എലത്തൂരിൽ ശശീന്ദ്രനെ മത്സരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ അവിടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ യോഗത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായമാണ് ഏകപക്ഷീയമായി ഉയർന്നത് എന്നതുകൂടിയാണ് ഇന്ന് തോമസ് കെ തോമസ് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് നിലവിലുള്ള 2 സീറ്റുകളിൽ കുട്ടനാട്ടിലും എലത്തൂരിലും തോമസ് കെ തോമസും AK ശശീന്ദ്രനും മത്സരിക്കണമെന്ന് തന്നെയാണ് പൊതു അഭിപ്രായം എന്ന് തന്നെയാണ് തോമസ് കെ തോമസ് അല്പം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും അത് CPM തന്നെ ആ സീറ്റ് നൽകണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങളടക്കം ഉയർന്നിരുന്നു. പക്ഷെ അതൊക്കെ NCP തള്ളുകയാണ് ചെയ്യുന്നത്. തോമസ് കെ തോമസ് അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ CPM ചർച്ചയായിട്ടില്ല. നിലവിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് NCP വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു കാര്യങ്ങളോ അതിന് അനുബന്ധിച്ചുള്ള ചർച്ചകളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ് തോമസ് കെ തോമസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ 2 സീറ്റുകളിലേക്കാണ് കുട്ടനാടും ഒപ്പം എലത്തൂരുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3ാമത്തെ സീറ്റിലേക്കുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ്. മാത്രമല്ല, 4ാമതൊരു സീറ്റ് കൂടി ചോദിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ കൂടിയാണ് നിലവിൽ NCP ഉള്ളത്. അത് പ്രായോഗികമല്ല എന്ന് വീക്ഷിച്ചാണ് അത്തരത്തിൽ പ്രായോഗികമല്ല എന്ന് നിരീക്ഷിച്ചത് കൂടിയാണ് ഇത്തരത്തിൽ 4ാമത്തെ സീറ്റ് ചോദിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്.
യെസ്, എന്നാൽ കൂടുതൽ സീറ്റ് ചോദിക്കേണ്ടതില്ല എന്നാണ് NCP സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. AK ശശീന്ദ്രൻ ഇത്തവണയും മത്സരരംഗത്തുണ്ടാകും. എലത്തൂരിൽ നിന്ന് തന്നെ ജനവിധി തേടും. കുട്ടനാട്ടിൽ തോമസ് കെ തോമസും ജനവിധി തേടും. അങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.